പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ മൊഡ്യൂൾ 4 കറൻറ്റ് ചാലഞ്ചസ് ഫേസിങ് ദ ഇന്ത്യൻ എക്കോണമി ഫേസ് ചെയ്യുന്ന കറൻറ്റ് ചാലഞ്ചസ്, അതിൽ പോവേർട്ടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സോഷ്യോ എക്കണോമിക് സെറ്റപ്പ് ഓഫ് ഇന്ത്യ എക്സിബിറ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് അണ്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് എമർജിങ് മാർക്കറ്റ് എക്കോണമി ഓഫ് ദ വേൾഡിൽ ഒരു അണ്ടർ ഡെവലപ്ഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ലോകത്ത് എമർജ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് എക്കോണമിയാണ്. The problem of poverty and unemployment considered as the biggest challenges to the development. Developmental ഏറ്റവും biggest challenges poverty and unemployment ആണ്. Nearly 1/4 of India's population lives in pathetic condition. Nearly 1/4 of India population ഏറ്റവും വലിയ അവസ്ഥയിലാണുള്ളത്, പോവർട്ടിയിലും അൺഎംപ്ലോയ്മെൻറ്റ്. ദിസ് ഡെവലപ്മെൻറ്റ് ഇഷ്യൂ ആർ ദ മേജർ ഒബ്സ്റ്റാക്കിൾ ഇൻ ദ പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് അവർ കൺട്രി. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇഷ്യൂസ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും ഒരു തടസ്സമായിട്ട് പോകുന്നുണ്ട്. ആദ്യം നമ്മൾ പോവർട്ടി ഈസ് അബൌട്ട് നോട്ട് ഹാവിങ് ഇനഫ് മണി ടു മീറ്റ് ബേസിക് നീഡ്സ് ഇൻക്ലൂഡിങ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. ഫുഡ്, ക്ലോത്തിങ്, ഇത് ബേസിക് നീഡ്സ് ലഭ്യമല്ല, മീറ്റ് ചെയ്യാൻ കഴിയാത്തവരെ എന്ത് പറയാം, പോവർട്ടി എന്ന് പറയാം. പോവർട്ടി ഈസ് മച്ച് മോർ ദാൻ ജസ്റ്റ് not having enough money. Poverty is much more than just not having enough money. The term poverty refers to a state or condition in which people or community lack of financial resource and is essential for a minimum standard of living. ഒരാളുടെ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ജീവിക്കാനുള്ള ഫിനാൻഷ്യൽ റിസോഴ്സും എസെൻഷ്യലും ഇല്ലാത്ത അവസ്ഥയെ ഒരു പീപ്പിളിനോ ഒരു കമ്മ്യൂണിറ്റിക്ക് ആണെങ്കിൽ അതിനെ പോവർട്ടി എന്ന് പറയും. ഈച്ച് നാഷൻ മേ ഹാവ് ഇറ്റ്സ് ഓൺ ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമിൻ ദ പോവർട്ടി ലൈൻ. പോവർട്ടി ലൈൻ നിശ്ചയിക്കുന്നത് ഓരോ രാജ്യത്തിനും ഓരോ കണ്ടീഷൻ ഉണ്ട്. ലൈൻ ആൻഡ് കൗണ്ടിങ് ഹൗ മെനി ഓഫ് ഈസ് പീപ്പിൾ ലിവ് ഇൻ പോവർട്ടി ലൈനും കൗണ്ട് ചെയ്യുന്നതിനും ഓരോ രാജ്യത്തിനും ഓരോ ക്രൈറ്റീരിയകളുണ്ട്. പോവർട്ടി ഈസ് എ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ദാറ്റ് ഈസ് റിസൾട്ട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, നോട്ട് ജസ്റ്റ് ഇൻകം. ഇതൊരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിൻ്റെ കാരണം കൊണ്ടാണ്, ഒരു ഇൻകത്തിൻ്റെ മാത്രം കാരണം കൊണ്ടല്ല. ടൈപ്സ് ഓഫ് പോവർട്ടി ഉണ്ട്, അബ്സല്യൂട്ട് പോവർട്ടി ഉണ്ട്, റിലേറ്റീവ് പോവർട്ടി ഉണ്ട്. അബ്സല്യൂട്ട് പോവർട്ടി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വേർ പീപ്പിൾ ആർ അണേബിൾ ടു മീറ്റ് ഈവൻ ദെയർ ബേസിക് നീഡ്സ് ലൈക്ക് ഫുഡ്, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ. ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ എന്നീ പറയുന്ന ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ കഴിയാത്തതിന് എന്ത് പറയാം, അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയാം. റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പോവർട്ടി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഓർ സ്റ്റേറ്റ് ഓർ ബിറ്റ്വീൻ കൺട്രി. ഇത് റിലേറ്റീവ് പോവർട്ടി എന്നൊരു കമ്പാരിസനാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് പോവർട്ടിയുടെ മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യുന്ന ഇൻഡിവിജ്വൽ തമ്മിൽ, സ്റ്റേറ്റുകൾ തമ്മിൽ, കൺട്രികളിൽ തമ്മിൽ. മാസ് പോവർട്ടി ആണ് ഇഫ് ദ മേജർ സെക്ഷൻ ഓഫ് സൊസൈറ്റി ഈസ് ഡിനൈഡ് ഓർ അണേബിൾ ടു ഫുൾഫിൽ ഈവൻ ദ ബേസിക് നീഡ്സ് ഓഫ് ദ ലൈഫ് ആസ് മെൻഷൻഡ് അബവ് ഈസ് കോൾഡ് മാസ് പോവർട്ടി. മാസ് പോവർട്ടി എന്ന ഒരു സൊസൈറ്റിയിലെ മേജർ സെക്ഷന് ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്ന ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത അവസ്ഥേനെ എന്ത് പറയാം, മാസ് പോവർട്ടി എന്ന് പറയാം. പിന്നെ ഹ്യൂമൻ പോവർട്ടിന് ഇറ്റ് ഈസ് എ ഡിനയൽ ഓഫ് ചോയ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ലിവിങ് ഡീസൻറ്റ് ലൈഫ് ജീവിക്കുന്നതിന് ഓപ്പർച്യൂണിറ്റീസും ചോയ്സിൻ്റെ അടിസ്ഥാന അതിനൊരു തടസ്സമാകുന്നുണ്ടെങ്കിൽ അതിനെ ഹ്യൂമൻ പോവർട്ടി എന്ന് പറയും. കോസസ് ഓഫ് പോവർട്ടി, ഇതൊക്കെ നമ്മൾ കോസസ് ഓഫ് പോവർട്ടി ഒക്കെ ചോദിച്ചാൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതുണ്ട്. ഒന്ന്, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ രാജ്യത്തുള്ള റിസോഴ്സ് എല്ലാവരിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന തോത് കുറയും. പിന്നെ മറ്റൊന്ന് അൺഎംപ്ലോയ്മെൻറ്റ്, ജോലി ഇല്ലാഞ്ഞാൽ ഇല്ലാഞ്ഞാൽ എന്ത് ചെയ്യില്ല, ബേസിക് നീഡ്സ് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. പിന്നെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, പക്ഷേ അതിൻ്റെ പുവർ പെർഫോമൻസ് നമുക്ക് അറിയുന്നതാണ്. പുവർ പെർഫോമൻസ് ആണ് അഗ്രികൾച്ചർ സെക്ടറിൽ. അവിടുത്തെ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്. ലോ ലെവൽ ഓഫ് പെർ ക്യാപിറ്റ ഇൻകം വളരെ ലോ ലെവലാണ്. ഉള്ള ആളുകളുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ട്, ഇല്ലാത്തവൻ്റെ പൈസ ഇല്ലാത്ത അവസ്ഥ. ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിൻ്റെ ലഭ്യത ഇല്ലായ്മ, ആളുകൾക്ക് ആവശ്യത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ലാത്തത്. ലാക്ക് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇന്ത്യയിലുള്ള വ്യവസായവൽക്കരണത്തിൻ്റെ അപര്യാപ്തത. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്, പല നാച്ചുറൽ റിസോഴ്സും അണ്ടർ യൂട്ടിലൈസേഷനാണ്, യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടും അത് യൂട്ടിലൈസ് ചെയ്യാത്ത അവസ്ഥ. ലോ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലിലെ ലോ ക്വാളിറ്റി. ഹ്യൂമൻ ക്യാപിറ്റൽ നല്ല ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അവർ നല്ല നല്ല ടെക്നിക്കൽ ഫീൽഡിലേക്കൊക്കെ ഇറങ്ങും. ഇൻക്രീസിങ് ലെവൽ ഓഫ് പ്രൈസ് നമുക്കറിയാം, ഓരോ ദിവസവും ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് കൂടുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പർച്ചേസിങ് പവർ കുറയും. ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ്. നെക്സ്റ്റ്, മെഷർമെൻറ്റ് ഓഫ് പോവർട്ടി. അതിലൊന്ന് പോവർട്ടി ലൈൻ ആൻഡ് പോവർട്ടി ഗ്യാപ്പ്. ദ പോവർട്ടി ലൈൻ കാൽക്കുലേഷൻ ഈസ് നൗ ക്യാരിഡ് ഔട്ട് ബൈ നീതി ആയോഗ്. എ പേഴ്സൺ ഈസ് കൺസിഡർഡ് പുവർ ഇഫ് ഈസ് ഓർ her income level falls below a minimum level that fails to meet the basic needs. The minimum level known as the poverty line.
ഒരു മിനിമം ലെവലുണ്ടാവും. മിനിമം ലെവൽ പറഞ്ഞാൽ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുന്ന ആ ലെവലിന് മുകളിലുണ്ടെങ്കിൽ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ്. അതിന് ബിലോയിലുള്ളവരെ എന്ത് പറയുക, അതാണ് നമ്മളെന്ത് ചെയ്യുക പുവർ എന്ന് പറയാം. അതിന് ബിലോ നമ്മൾ BPL എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ, ബിലോ പോവർട്ടി ലൈൻ. ദിസ് ഈസ് യൂസ്ഡ് ടു കാറ്റഗറൈസ് ദ പീപ്പിൾ ഇൻ ടു 2 കാറ്റഗറി, BPL ആൻഡ് APL. ഇനി ഹെഡ് കൗണ്ട് റേഷ്യോ, ഇറ്റ് ഈസ് ദ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ദാറ്റ് എക്സിസ്റ്റ് ഓർ ലിവ് ബിലോ ദ പോവർട്ടി ത്രഷോൾഡ്. പോപ്പുലേഷനിൽ എത്ര ആളുകളാണ് ജീവിക്കുന്നത് ബിലോ പോവർട്ടിയിൽ, അതിനെന്ത് പറയുന്നത് ദ ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. പോവർട്ടി ഗ്യാപ്പ്, ഇറ്റ് ഈസ് മീൻ ഡിസ്റ്റൻസ് ബിലോ ദ പോവർട്ടി ലൈൻ എക്സ്പ്രസ്ഡ് ആസ് എ പ്രപ്പോർഷൻ ഓഫ് ദാറ്റ് ലൈൻ. ഇറ്റ് ഈസ് ദ മീൻ ഡിസ്റ്റൻസ് ബിലോ ദ പോവർട്ടി ലൈൻ എന്നുള്ള ഡിസ്റ്റൻസ് എക്സ്പ്രസ് പ്രപ്പോർഷൻ ഓഫ് ദാറ്റ് ലൈൻ, അതിൻ്റെ പ്രപ്പോർഷനിൽ എത്ര അടിയിലുണ്ട്. ഇറ്റ് മെഷേഴ്സ് ദ ട്രാൻസ്ഫർ ദാറ്റ് ബ്രിങ് ദ ഇൻകം ഓഫ് എവറി പുവർ പേഴ്സൺ എക്സാക്ട്ലി അപ് ടു ദ പോവർട്ടി ലൈൻ. സ്കോർഡ് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്. അടുത്തത് സ്കോർഡ് പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്, ഇതൊരു ഇൻഡെക്സ് ആണ്. ഇറ്റ് ഈസ് മീൻ ഓഫ് ദ സ്കോർഡ് പ്രപ്പോർഷനേറ്റ് പോവർട്ടി ഗ്യാപ്സ്. ദിസ് മീൻസ് റിഫ്ലക്ട് ദ സിവിയറിറ്റി ഓഫ് പോവർട്ടി ആസ് ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ഇനീക്വാലിറ്റി അമംഗ്സ് ദ പുവർ. ഇത് ഒരു സിവിയറിറ്റിയാണ്. ഇത് എന്തുകൊണ്ടാണ് സെൻസിറ്റീവ് ടു ഇനീക്വാലിറ്റി അമംഗ്സ് ദ പുവർ, പുവറിലുള്ള ഇനീക്വാലിറ്റി കൊണ്ട്. മെഷർമെൻറ്റ് ഓഫ് പോവർട്ടി ഇൻ ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി വ്യൂസ്. ഒന്ന് VM ടെൻഡൻകർ നിൽഗന്ധറാത്ത് കമ്മിറ്റി. ഇത് ഇൻഡിപെൻഡൻസ് ശേഷമാണ്. ദ ഫിക്സഡ് എ ഡിസൈഡ് മിനിമം ലെവൽ പെർ ക്യാപിറ്റൽ ന്യൂട്രീഷൻ നീഡഡ് സബ്സ്റ്റാൻഷ്യൽ ലെവൽ ഓഫ് ലിവിങ് ആസ് എ 2250 കലോറി. ഇതൊരു മിനിമം ലെവൽ വെച്ചിട്ടുണ്ട്. അത് വെച്ച ഒരു ബിലോ പോവർട്ടിൻ്റെ ലൈനിന് അതിന് 2250 കലോറിയാണ്. അക്കോർഡിംഗ് ടു ദിസ് ആ കാലഘട്ടത്തിൽ 177 മില്യൺ ആളുകൾ എന്തായിരുന്നു പോവർട്ടി ആയിരുന്നു. പിന്നെ പോവർട്ടി മെഷർമെൻറ്റ് സുരേഷ് തെണ്ടുൽക്കർ കമ്മിറ്റി 2005 അവർ 2009 റിപ്പോർട്ട് വെച്ചു. ആസ് പെർ ദ റിപ്പോർട്ട് നാഷണൽ പോവർട്ടി 2004-2005 പ്രൈസസ് വാസ് മന്ത്ലി പെർ ക്യാപിറ്റൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ of Rs 446.618 in rural area and Rs 578.80 in urban area. ഇവർ ഈ ടെണ്ടുൽക്കർ കമ്മിറ്റി വെച്ചത് 2004-2005 പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ മാസത്തിൽ 446.68 റൂറൽ ഏരിയയിലും 578.80 അർബൻ ഏരിയയിലുമായിരുന്നു പോവർട്ടിക്ക് വെച്ചത്. അക്കോർഡിംഗ് ടു NSS 68 റൗണ്ട് പ്ലാനിംഗ് കമ്മീഷൻ റിവൈസ്ഡ് ദിസ് ടെണ്ടുൽക്കർ കമ്മിറ്റി റിപ്പോർട്ട്. ടെണ്ടുൽക്കർ കമ്മിറ്റി റിപ്പോർട്ട് പ്ലാനിംഗ് കമ്മീഷനെ റിവൈസ് ചെയ്തു. മന്ത്ലി പെർ ക്യാപിറ്റൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ 816 റൂറൽ ഏരിയയിലും 1000 അർബൻ ഏരിയയിലും ഇൻ 2011-12. പോവർട്ടി മെഷർമെൻറ്റ് രംഗരാജൻ കമ്മിറ്റി ജൂൺ 2012. It is constituted by Planning Commission. It is submitted report in 2014. This committee adopted the method of calorie-based methodology. Calorie-based methodology ആയിരുന്നു. It is accounted for nutrition, fat and other essential non-food items arrived at the poverty line. ഇവർ ഇതിൽ വെച്ചത് കലോറി വെച്ചത് 972 റൂറൽ ഏരിയയിലും 1407 അർബൻ ഏരിയയിലുമായിരുന്നു. അടുത്തത് ഗ്ലോബൽ പോവർട്ടി ലൈൻ ആൻഡ് വേൾഡ് ബാങ്ക്. ഓക്കെ, ഇത് അടുത്തൊരു പോയിൻ്റായിട്ട് എഴുതേണ്ടതാണ്. ഇത് പ്രകാരം വേൾഡ് ബാങ്ക് റിവൈസ്ഡ് ഗ്ലോബൽ പോവർട്ടി ലൈൻ ബൈ ഇൻക്രീസിങ് ഫ്രം $1.25 a day to $1.90 a day. ആദ്യം $1.25 ആയിരുന്നു ഒരു ദിവസത്തേക്ക് പറഞ്ഞിരുന്നത്. അതെന്ത് ചെയ്ത് $1.90 ആക്കി. അതായത് വേൾഡ് ബാങ്കിൻ്റെ ഗ്ലോബൽ പോവർട്ടി ലൈൻ പ്രകാരം. വേൾഡ് ബാങ്ക് ഡിഫൈൻ എക്സ്ട്രീം പോവർട്ടി ആസ് ലിവിങ് ലെസ് ദാൻ $1.90 എ ഡേ. ഒരു ദിവസം ഒരാൾക്ക് $1.90 അടിയിലാണെങ്കിൽ അതിനെ എക്സ്ട്രീം പോവർട്ടി എന്നാണ് പറയുക. ഇനി സ്റ്റേറ്റ് ഓഫ് പോവർട്ടി അമംഗ് ഇന്ത്യൻ സ്റ്റേറ്റ് ബീഹാറിൽ 43%, ജാർഖണ്ഡിൽ 36%, UP 31%, രാജസ്ഥാനിൽ 31%. കേരള മൾട്ടി ഡയമെൻഷൻ പോവർട്ടി ഓഫ് ഓൺലി 1%, തമിഴ്നാട് 6%, തെലുങ്കാന 40%. ഇനി പോളിസി ആൻഡ് പ്രോഗ്രാം ഫോർ പോവർട്ടി അലിവേഷൻ. പോവർട്ടി അലിവേഷൻ നടപ്പിലാക്കിയിട്ടുള്ള പോളിസികളാണ് പറയുന്നത്. 1952 ഒക്ടോബർ 2 പ്രത്യേകത അറിയാം. ഗാന്ധി ജനിച്ച ദിവസം അതിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫോർ എ ഇംപ്രൂവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യും. ഇതിനെക്കുറിച്ച് ഒന്നും കൂടി ഡീറ്റെയിൽ ആയി നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. ട്രെയിനിങ് ഫോർ റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് 1979 എന്ന് പറഞ്ഞാൽ റൂറൽ പീപ്പിളിന് എന്ത് ചെയ്യാണ്, യൂത്തിന് സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രെയിനിങ് ടു പ്രൊവൈഡ് ബേസിക് ടെക്നിക്കൽ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് സ്കിൽ ടു റൂറൽ പുവർ
20-point പ്രോഗ്രാം TPP 1975 ടു പ്രൊവൈഡ് ബെറ്റർ കണ്ടീഷൻ ഫോർ ദ ലെസ് പ്രിവിലേജ്ഡ് സെക്ഷന് ബെറ്റർ കണ്ടീഷന് വേണ്ടിയിട്ട് 20 പ്രോഗ്രാം ആയിരുന്നു 1975. ഇനി IRDP ഉണ്ട്, അത് 1980 ഒക്ടോബർ 2 ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇറ്റ് ഈസ് ടാർഗറ്റഡ് പുവർ പീപ്പിൾ ഫോർ പ്രൊവൈഡിങ് മീൻസ് ഓഫ് ലിവിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇത് ടാർഗറ്റഡ് പുവർ പീപ്പിളിന് എന്ത് പ്രൊവൈഡിങ് മീൻസ് ഓഫ് ലിവിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി NREP ഉണ്ട്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. അത് 1980 ഇത് സെൻട്രലി സ്പോൺസേഡ് പ്രോഗ്രാമാണ്. അതിൻ്റെ 50% ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് സെൻട്രലിൽ നിന്നാണ്. ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഇതെന്ത് ചെയ്ത് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ത് ചെയ്യുക റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. മെയിൻ ഒബ്ജക്റ്റീവ്സ് ജനറേഷൻ ഓഫ് അഡീഷണൽ ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൊഡക്റ്റീവ് കമ്മ്യൂണിറ്റി അസറ്റ്. അഡീഷണൽ ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റീവ് കമ്മ്യൂണിറ്റി അസറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കിയത്. അടുത്ത നാഷണൽ സോഷ്യൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം NSAP 1995 100% സെൻട്രലി സ്പോൺസർഡ് പ്രോഗ്രാം. 100% സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു. ഇറ്റ് ഈസ് ഫോർ സോഷ്യൽ അസിസ്റ്റൻറ്റ് ബെനിഫിറ്റ് ടു പുവർ പീപ്പിൾ അഫക്റ്റഡ് ബൈ ഓൾഡ് ഏജ്, ഡെത്ത്, പ്രൈമറി ബ്രെഡ് ഏണേഴ്സ് ആൻഡ് മെറ്റേണിറ്റി കെയർ. ഇത് ബെനിഫിറ്റ് പുവർ പീപ്പിളിനായിരുന്നു, ഓൾഡ് ഏജിലുള്ള. അതേപോലെ തന്നെ പ്രൈമറി ആയിട്ട് വീട്ടിലേക്ക് ഇൻകം കൊണ്ടുവരുന്ന ആളുടെ മരണപ്പെട്ടവർക്ക്, അതുപോലെ മെറ്റേണിറ്റി കെയറിൽ. അടുത്ത് മിഡ് ഡേ മീൽ സ്കീം. ഇത് നമുക്കറിയാം ആസ് എ പാർട്ട് ഓഫ് യൂണിവേഴ്സൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ യൂണിവേഴ്സൈസേഷൻ ആക്കിയതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്തു ഉച്ചഭക്ഷണ പദ്ധതി. ഓക്കെ. സ്വർണ്ണ ജയന്തി ഷഹർ റോസ്ഗർ യോജന 1997 ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അർബൻ ആൻഡ് റൂറൽ പുവർ. അർബണിലുള്ളവർ റൂറൽ പുവറിലെ സ്റ്റാൻഡേർഡ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമായിരുന്നു. അടുത്ത PMGY. ഇറ്റ് ഈസ് വില്ലേജ് ലെവൽ ഡെവലപ്മെൻറ്റ് ഓഫ് 5 components such as health, primary education, drinking water, housing, rural road. ഇത് വില്ലേജ് ലെവൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആയിരുന്നു. ഹെൽത്തിൽ, പ്രൈമറി എഡ്യൂക്കേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഹൗസിംഗ് ആൻഡ് റൂറൽ റോഡ്, ഈ 5 കാര്യത്തിലുള്ള ഡെവലപ്മെൻറ്റ്. അന്ത്യോദയ അന്ന യോജന AY ഡിസംബർ 2000 ഇറ്റ് ഈസ് പോറസ്റ്റ് ഓഫ് പുവർ ഫാമിലീസ് എമംഗ് BPL ഫാമിലീസ് ആൾസോ ത്രൂ ടാർഗറ്റഡ് PDS. ഇത് പോറസ്റ്റ് എമംഗ് പുവർ ഫാമിലിയിലെ പോറസ്റ്റ്, BPL ഫാമിലിയിലെ പോറസ്റ്റിനുള്ളതായിരുന്നു. രാജീവ് ആവാസ് യോജന 2011 ഇറ്റ് ഈസ് ഫോർ ക്രിയേഷൻ ഓഫ് അഫോർഡബിൾ ഹൗസിംഗ് സ്റ്റോക്ക് ടു സ്റ്റേറ്റ് ദാറ്റ് ആർ വില്ലിംഗ് ടു അസൈൻ പ്രോപ്പർട്ടി റൈറ്റ് ടു സ്ലം ഡെല്ലേഴ്സ്. സ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം സ്ലം ഏരിയകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടൗണിനോട് അവിടെ ഉള്ളവർക്ക് അഫോർഡ് ഹൗസിംഗ് സ്റ്റോക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടും വലിയ പ്രോപ്പർട്ടി റൈറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. അടുത്ത് നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ. ഇറ്റ് ഈസ് ഫോർ പ്രൊമോട്ടിങ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എമംഗ് ദ പുവർ. പുവറിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. 2015 പ്രധാനമന്ത്രി ആവാസ് യോജന ഫോർ പ്രൊവൈഡിങ് അഫോർഡബിൾ ഹൗസിംഗ് ടു ദ റൂറൽ ആൻഡ് അർബൻ പുവർ. റൂറലിലുള്ളവർ അർബൻ പുവറിലുള്ളവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് പ്രോജക്റ്റ് ആയിരുന്നത്. അഫോർഡബിൾ ഹൗസിംഗ് ഫണ്ട് AHF 2018 ഫിനാൻസിങ് ഫോർ വീക്കർ സെക്ഷൻ. പിന്നെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇനി MGNRGS 2005 ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയാണ്. MGNR മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. പിന്നെ ആക്ട് A ആണെങ്കിൽ ആക്ട് ജോബ് എൻഷുറിങ് എന്ന് പറഞ്ഞാൽ ഇത് 100 days എംപ്ലോയ്മെൻറ്റ് ആളുകൾക്ക് ഒരു പഞ്ചായത്ത് ഏരിയയിലുള്ള റൂറൽ ആളുകൾക്ക് എന്ത് ചെയ്യണം 100 days ജോലിയാണ് ഇതിലൂടെ ഉറപ്പ് കൊടുക്കുന്നത്. APL ഓർ BPL എന്നുള്ള പ്രശ്നമില്ല. ഇറ്റ് ഈസ് ഫോർ ഇൻക്രീസിങ് റൂറൽ എംപ്ലോയ്മെൻറ്റ്, ക്രിയേഷൻ ഓഫ് റൂറൽ അസറ്റ്. ഇതിലൂടെ എന്ത് ചെയ്യുക റൂറൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇറ്റ് ക്രിയേറ്റ്സ് റൈറ്റ് ബേസ്ഡ് ഫ്രെയിംവർക്ക് ഫോർ വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു റൈറ്റ് ബേസ്ഡ് ഫ്രെയിംവർക്കായിരുന്നു. അത് പറയാൻ കാരണം മുമ്പ് തൊഴിലില്ലായ്മ വേതന ഉണ്ടായിരുന്നു, അതൊക്കെ ഇതിന് ശേഷം ഇല്ലാതായിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ എന്ത് ചെയ്യാണ് ജോലി എടുത്തിട്ടാണ് കൂലി കൊടുക്കുന്നത്. എക്കണോമിക്സിൽ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കരുത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് MGNRGM. ലീക്കേജ് ആൻഡ് ഡിലേ ഇൻ വേജിൽ ഉള്ള ഡിലേ, അതുപോലെ ലീക്കേജ് ആവശ്യത്തിനുള്ള കിട്ടുന്നില്ല, ഭയങ്കര ഡിലേ ആണ്. നോ പേയ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജ് കൊടുക്കുന്നില്ല. വർക്ക് ഓൺലി ഫോർ എൻ ആവറേജ് 50 days ഇൻസ്റ്റീഡ് ഓഫ് 100. 100 ദിവസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 50 ദിവസം ജോലി കിട്ടുന്നുള്ളൂ. കറപ്റ്റ് പ്രാക്ടീസ് ത്രൂ ഇൻപ്രോപ്പർ ഓഡിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിലൊരു കറപ്റ്റ് പ്രാക്ടീസാണ്. ഫ്യൂ ഡ്യൂറബിൾ അസറ്റിൽ കുറവാണ്. ഫ്യൂവർ സസ്റ്റൈനബിൾ ലിവ്ലിഹുഡ്. ഇതിൻ്റെ പ്രോഗ്രാമൊക്കെ ഫ്യൂവർ സസ്റ്റൈനബിൾ ലിവ്ലിഹുഡ് പ്രോഗ്രാമുകളാണ് ഉള്ളത്.
ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പോവർട്ടിയുമായി മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.